വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. ഞാൻ നിൽക്കുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് മുകളിലൂടെയാണ് രാവിലെ പുഴ ഒഴുകിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 മണിക്ക് തുടങ്ങിയ രാത്രി 3 മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ വിട്ടില്ല. 3 മണിക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പായാണ്. അപ്പോഴാണ് ഈ ഉരുളുപൊട്ടി വന്നത്. ഈ മരമൊക്കെ വന്നത് ഇവിടുന്നാണ്. അത് ആ കിടക്കുന്ന മരമൊക്കെ ഇവിടെയാണ്. അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് മുണ്ടക്കൈ മേഖലയിലുള്ളത്. കനത്ത മഴ ഇനിയും തുടർന്നാൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അന്ന് ഞാൻ നിന്നിരുന്ന പാലം ഇപ്പോഴില്ല. ആ പാലത്തിന് പകരം ചെറിയൊരു താൽക്കാലിക നടപ്പാലം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. പുഴയുടെ ആ ഭാഗം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. 2024 ജൂലൈ 29 ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയത്. അതിന് തലേന്ന് മുതൽ തന്നെ മുണ്ടക്കൈ മലനിരകളിൽ അസാധാരണമായ വിധം മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനകളാണ് 28 രാത്രി മുതൽ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ്. അരിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. അപകടം മുന്നിൽ കണ്ട പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്തുള്ള കുറേ ആളുകൾ 29 തന്നെ മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും മാറി താമസിച്ചിരുന്നു. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ 500 മില്ലിമീറ്ററോളം മഴ മേഘവിസ്ഫോടനമായി പെയ്തിറങ്ങിയപ്പോൾ ആശങ്കകൾക്ക് അപ്പുറത്തുള്ള ദുരന്തമാണ് സംഭവിച്ചത്. ജൂലൈ 30 പുലർച്ചെ 2 തവണയായുണ്ടായ ഉരുൾപൊട്ടലുകളിൽ പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമലയുടെ ഒരു ഭാഗവും ഒന്നാകെ ഒഴുകിപ്പോയി. 300ഓളം മനുഷ്യജീവനുകൾ മണ്ണിനടിയിലായി. പുഞ്ചിരിമട്ടത്ത് നിന്ന് കുത്തിയൊഴുകിയെത്തിയ ഉരുൾ ഏറ്റവും നാശം വിതച്ചത് ചൂരൽമല സ്കൂൾ റോഡിലാണ്. പുന്നപ്പുഴ ദിശമാറി ഒഴുകിയപ്പോൾ ഈ റോഡിന് മേൽവശത്തെ വീടുകളടക്കം ഒലിച്ചുപോയി. വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കൂറ്റൻ പാറക്കല്ലുകളും മരങ്ങളും അതിനുള്ളിലെല്ലാം മനുഷ്യ ശരീരങ്ങളും. ഈ കാഴ്ച കണ്ട് കേരളം വിറങ്ങലിച്ചു നിന്നു. മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒഴുകിയെത്തിയവരെല്ലാം വന്നടിഞ്ഞത് ഈ കാപ്പിത്തോട്ടത്തിലേക്കായിരുന്നു. 60-ലധികം മൃതദേഹങ്ങളാണ് 2 ദിവസത്തിനുള്ളിൽ ഈ മരങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത്. റംസാൻ മാസത്തിൽ പ്രാർത്ഥനകളാൽ സജീവമാകേണ്ടിയിരുന്ന മുണ്ടക്കൈ പള്ളി ദുരന്തത്തിന്റെ നേർക്കാഴ്ചയായി ഇപ്പോഴും നിലകൊള്ളുന്നു. ഉരുളിന്റെ ശക്തിയിൽ 100 മീറ്റർ താഴെയുള്ള സീതമ്മക്കുണ്ടിൽ നിന്ന് അടിച്ചു കയറി വന്ന കൂറ്റൻ പാറക്കല്ലും പള്ളിക്ക് സമീപത്ത് തന്നെയുണ്ട്.
ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് അതിജീവിതർ ഇന്നു മുതൽ പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകളാണ് ഓരോ കുടുംബത്തിനും ലഭിക്കുക. ഇതോടൊപ്പം പൊതുസൗകര്യങ്ങളായി ആരോഗ്യ കേന്ദ്രവും അംഗനവാടിയും കമ്മ്യൂണിറ്റി സെന്ററും ഉയരും. എത്രയും പെട്ടെന്ന് വാടക വീടുകളുടെ പരിമിതിയിൽ നിന്ന് സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് അതിജീവിതർക്ക് എത്താനാകട്ടെ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.